ഹലോ സ്റ്റുഡൻ, വെൽക്കം ടു ദി സെവൻത്ത് സെഷൻ ദിസ് മൊഡ്യൂൾ. അതായത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ കേസിൽ ഒരു സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് അല്ലേ, സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ നമ്മൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് F0/√S minus m omega square whole square plus c omega whole square. ഇതിൽ ഞാൻ ചെറിയ ആൾട്രേഷൻസ് ഒക്കെ വരുത്തി a = F0/S, അതായത് എസ്സിനെ ഞാൻ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് വരുന്നത് 1 minus m omega square by s whole square plus c by s omega whole square. ഇങ്ങനൊരു ചേഞ്ച് വന്നിരുന്നു അല്ലേ, ഇങ്ങനൊരു ചേഞ്ച് വന്നിരുന്നു. പിന്നെ ഇതിന് നമുക്ക് വീണ്ടും a = സീറ്റയുടെ ടേമിലേക്ക് കൊണ്ടുവരാം അല്ലേ. F0/S √1 minus omega/omega n square whole square plus 2 zeta omega/omega n whole square. ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ ഒരു എക്സ്പ്രഷൻ ഫോർ ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. ഇനി ഞാൻ ഇതേ ഇക്വേഷൻ, അതായത് ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനെ ഞാൻ വേറൊരു രീതിയിൽ ഡിറൈവ് ചെയ്യും. x = a sin omega t minus phi എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അസംഷൻ. So I am taking an assumption for the displacement of vibrating mass under the action of some applied simple harmonic force. അതായത് എക്സിൻ്റെ ഒരു ജനറൽ സൊല്യൂഷൻ ഞാൻ ഇതാണെന്ന് അസ്യൂം ചെയ്യുന്നു. എന്തെങ്കിലും ആവട്ടെ, സപ്പോസ് എ ആംപ്ലിറ്റ്യൂഡ് ഫൈ ഒരു ഫേസിലായിരുന്നു. ഇതാണ് എക്സിൻ്റെ, അതായത് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്, ഡിസ്പ്ലേസ്മെൻറ്റ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതാണ്. വെൻ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത അതേ സംഭവം. അപ്ലൈഡ് ഫോഴ്സ് എന്താണ്? F0 sin omega t. എങ്ങനെയല്ലേ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് എടുത്തത്? F0 sin omega t എന്നുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാണെന്ന് വിചാരിക്കാം. നമ്മളെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? mx ഡബിൾ ഡോട്ട് പ്ലസ് cx ഡോട്ട് പ്ലസ് sx അല്ലേ, sx is equal to F0 sin omega t. ഇതിൽ x is equal to a sin omega t minus phi എന്നുള്ള അസംഷൻ നമ്മൾ എടുത്തു. ഇപ്പോൾ നമ്മൾ അസംഷനാണ് എടുത്തത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ സോൾവ് ചെയ്തത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡി ഓപ്പറേറ്ററൊക്കെ എടുത്ത് സോൾവ് ചെയ്തതാണ് അല്ലേ, ഡി ഓപ്പറേറ്ററൊക്കെ എടുത്ത്. ഇത് ഞാൻ വേറൊരു മെത്തേഡ്. x = ഇതാണ് ജനറൽ സൊല്യൂഷൻ എന്ന് വിചാരിക്കാം. അപ്പോൾ എക്സിന് നമുക്ക് കിട്ടി. ഇനി എക്സ് ഡോട്ട് എന്തായിരിക്കും? എക്സ് ഇതാണെങ്കിൽ എക്സ് ഡോട്ട് എന്ന് വെച്ചാൽ a ഇൻറ്റു സൈനിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത കോസ് ഒമേഗ ടി മൈനസ് ഫൈ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു ഇൻറ്റു ഒരു ഒമേഗ വരും അല്ലേ, ഒമേഗ വരും. ആക്ച്വലി ഇത് എ ഒമേഗ സൈൻ π/2 പ്ലസ് ഒമേഗ ടി മൈനസ് ഫൈ കൂടെ അതായത് കോസ് എ ഈസ് ഈക്വൽ ടു സൈൻ π/2 പ്ലസ് എ. ആ ഫോമല്ലേ, സൈൻ 90 പ്ലസ് എ ഈസ് ഈക്വൽ ടു കോസ് എ എന്നുള്ള ഒരു ഫോമുണ്ട്. ആ ഒരു ഫോമിലേക്ക് മാറ്റി. അപ്പോൾ എക്സ് ഡബിൾ ഡോട്ട് എന്തായിരിക്കും? എഗെയിൻ ഒരു എന്തുണ്ടാവും, ലൈക്ക് ഒരു സൈൻ അഗെയിൻ കോസ് ചെയ്താൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ പോരെ. ഇതന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്തായിരിക്കും നല്ലത്. അപ്പോൾ കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ സൈൻ വരും, എ സൈൻ മൈനസ് സൈൻ വരും, സൈൻ ഒമേഗ ടി മൈനസ് ഫൈ. ഓൾറെഡി ഇവിടെ എന്തുണ്ട്, ഒരു മൈനസ് ഒമേഗ ഉണ്ട് അല്ലേ, ഈ ഒരു ഒമേഗ ഉണ്ട്. അതിന് വെച്ച് വീണ്ടും ഒരു ഒമേഗ വരും, ഒമേഗ സ്ക്വയർ വരും അല്ലേ, ഒമേഗ സ്ക്വയർ. അപ്പോൾ എക്സ് ഡോട്ട് ജസ്റ്റ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. എക്സ് എ സൈൻ ഒമേഗ ടി മൈനസ് ഫൈ ആണെങ്കിൽ എക്സ് ഡോട്ട് എന്ന് പറയുന്നത് ഒരു ഒമേഗ എക്സ്ട്രാ വരും, ഒമേഗ ഇൻറ്റു എ സൈൻ π/2 പ്ലസ്
ഒമേഗ ടി മൈനസ് ഫൈവ്. എക്സ് ഡബിൾ ഡോട്ട് മൈനസ് ഒമേഗ സ്ക്വയർ എ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് ഫൈവ്. അപ്പോൾ ഇതെന്താണ്? എക്സ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ മൂന്ന് എക്സ് ഡോട്ടും എക്സ് ഡബിൾ ഡോട്ടും എക്സും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഏതിൽ? എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി എക്സ് ഡോട്ട് പ്ലസ് എസ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് സീറോ സൈൻ ഒമേഗ ടി എന്നുള്ള ഇക്വേഷനിൽ ഇത് ഡബിൾ ഡോട്ടാണ്. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡബിൾ ഡോട്ടിന് പകരം എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടി മൈനസ് ഫൈവ് പ്ലസ് സി ഇൻറ്റു ഒമേഗ എ സൈൻ പൈ ബൈ ടു പ്ലസ് ഒമേഗ ടി മൈനസ് ഫൈവ് അല്ലേ, പ്ലസ് എസ് ഇൻറ്റു എ സൈൻ ഒമേഗ ടി മൈനസ് വൈ ഈസ് മൈനസ് എഫ് സീറോ സൈൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു സീറോ. ഈ ഒരു ഫോമിലേക്ക് മാറും. ശ്രദ്ധിക്കേണ്ടത് ഇതിലിപ്പോൾ 4 ഫോഴ്സ് കോമ്പണൻസ് ആണ്. 1 2 3 4 ഡിഫറെൻറ്റ് ഫോഴ്സ് കോമ്പണൻസ് ആണ്. ഇത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ഫേസ് എല്ലാം സൈൻ എല്ലാം എന്താണ്? ഹാർമോണിക് ആണ്. കാരണം എല്ലാത്തിലും സൈൻ കോമ്പണൻ്റ് ഉണ്ട്, സൈൻ അല്ലേ, സൈൻ ഫംഗ്ഷൻ ഉണ്ട്, എല്ലാത്തിലും സൈൻ ഫംഗ്ഷൻ ഉണ്ട്. ഇത് ഒമേഗ ടി ആണെങ്കിൽ ഇതൊരു പർട്ടിക്കുലർ ഫേസിലായിരിക്കില്ലേ ഒമേഗ ടി. ബാക്കിയൊക്കെ ഇത് രണ്ടും ശ്രദ്ധിക്കാം, ഇത് ഒമേഗ ടി മൈനസ് ഫൈവ് ആണ്, ഇത് ഒമേഗ ടി മൈനസ് ഫൈവ് ആണ്. ഇത് രണ്ടും സെയിം ഫേസിൽ. പക്ഷേ ഇതിന് മൈനസ് ഉണ്ട്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ ജസ്റ്റ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നേ ഉള്ളൂ അല്ലേ. ഇതെന്തായിരിക്കും? ഒമേഗ ടി മൈനസ് ഫൈവ് തന്നെ, പക്ഷേ പൈ ബൈ ടു. ഇതൊന്ന് ഞാൻ വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്? സി ഒമേഗ എ സൈൻ പൈ ബൈ ടു പ്ലസ് ഒമേഗ ടി മൈനസ് ഫൈവ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. ഇതിൽ ഇത് ഒമേഗ ടി മൈനസ് ഫൈവ് ഒന്നിച്ച് ഒരു 90 ഡിഗ്രി ഫേസ് ആംഗിൾ, ഒരു 90 അപ്പാർട്ടാണ്. ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടും സെയിം ഫേസിൽ, ഇതൊരു 90 ഡിഗ്രി അപ്പാർട്ട് ഫേസിൽ, ഇത് ഒമേഗ ടി വേറൊരു ഫേസിൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പോസിറ്റീവായി കഴിഞ്ഞാൽ ഇത് പോസിറ്റീവായി കഴിഞ്ഞാൽ ഇത് നെഗറ്റീവാവും, ഇത് നെഗറ്റീവാവും, ഇത് പോസിറ്റീവാവും അല്ലേ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് മറ്റേ ചെയ്യാൻ അതായിരിക്കും പറ്റും. ഓക്കെ. ഇനി ഇതിൻ്റെ വെക്ടർ സമ്മ് പറയുന്നത് ആക്ച്വലി ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്? ഇതിൻ്റെ ഒരു മൈനസ് എം ഒമേഗ സ്ക്വയർ എ ഉണ്ട്, ഒരു എസ് എ ഉണ്ട്, ഒരു സി ഒമേഗ എ ഉണ്ട്, ഒരു എഫ് സീറോ ഉണ്ട്. അപ്പോൾ ഇത് ഒമേഗ ടി മൈനസ് ഫൈവ് എന്നുള്ള ഒരു ഫേസ് ആംഗിൾ, ഇത് ഒമേഗ ടി മൈനസ് ഫൈവ് തന്നെയാണ്. ഇത് ഒമേഗ ടി മൈനസ് ഫൈവ് ഒന്നിച്ച് ഒരു പൈ ബൈ ടു, എക്സ്ട്രാ ഒരു പൈ ബൈ ടു വരും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സം, ഇത് സെയിം ആയതുകൊണ്ട് ഇതിൻ്റെ സമ്മ് ഷുഡ് ബി പെർപെൻഡിക്കുലർ വിത്ത് ദിസ് അല്ലേ. ആക്ച്വലി ഇത് എസ് എ ആണ്, ഇത് എം ഒമേഗ സ്ക്വയർ എ ആണെങ്കിൽ എസ് എ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും, റൈറ്റ്. ഇതിനൊരു പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക സി ഡബ്ല്യു എ. ഓക്കെ. അപ്പോൾ ഈ മൂന്നിൻ്റെയും റിസൾട്ടൻ്റ് എന്തായിരിക്കണം? ഇതിൻ്റെ ഒക്കെ റിസൾട്ടൻ്റ് എന്തായിരിക്കണം? ഷുഡ് ബി ഈക്വൽ ടു എഫ് സീറോ. അപ്പോൾ ഇതിൻ്റെയും റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എസ് എ മൈനസ് എം ഒമേഗ സ്ക്വയർ എ ആണ്. പക്ഷേ ഹോൾ സ്ക്വയർ പ്ലസ് സി ഒമേഗ എ ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട്
F0ക്ക് ഈക്വൽ ആയിരിക്കും. കാരണം ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ രണ്ട് പെർപെൻഡിക്കുലർ കോമ്പണൻറ്റിൻ്റെ സ്ക്വയർ ചെയ്ത് റൂട്ട് എടുത്താൽ റിസൾട്ടൻ്റ് കിട്ടും. അതല്ലേ അല്ലേ? അങ്ങനെയാണെങ്കിൽ F0 ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് റൂട്ട് ഓഫ് എസ് മൈനസ് എസ് എ മൈനസ് എം ഒമേഗ സ്ക്വയർ എ ഹോൾ സ്ക്വയർ പ്ലസ് സി ഒമേഗ എ ഹോൾ സ്ക്വയർ. ഇതിൽ എ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ, എ അങ്ങ് പുറത്ത് തന്നാൽ ബാക്കിയുള്ളത് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ പ്ലസ് സി ഒമേഗ ഹോൾ സ്ക്വയർ. റൈറ്റ്? സോ ആംപ്ലിറ്റ്യൂഡ് എ ഈസ് ഈക്വൽ ടു F0 ബൈ റൂട്ട് ഓഫ് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ പ്ലസ് സി ഒമേഗ സ്ക്വയർ. അല്ലേ? നോക്കാം, നമ്മൾ ആദ്യം ഞാനിത് ആദ്യം എഴുതിയത് സെയിം സംഭവമാണ്, സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. സെയിം വാല്യൂ, ആംപ്ലിറ്റ്യൂഡിൻ്റെ സെയിം വാല്യൂ ഞാൻ വേറൊരു മെത്തേഡിൽ കൂടെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. റൈറ്റ്? ഫോഴ്സ് ഈ F0 ആണ് ഇത്, F0 ആണ് ഇത്. ദിസ് ഈസ് ദ ഫോഴ്സ് ഇംപ്രസ്ഡ് ബൈ ദ സിസ്റ്റം. എന്താണ് ഫോഴ്സ് ഇംപ്രസ്ഡ് അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈഡ്. അപ്ലൈഡ് ഫോഴ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അപ്ലൈഡ് ഫോഴ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് F0 എന്ന് പറയുന്നത്. ആക്ച്വലി F0 sin omega t ആയിരുന്നു അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് F0. ഇനി ഞാൻ വേറൊരു ടേമിലേക്ക് പോവുകയാണ്. ട്രാൻസ്മിസിബിലിറ്റി എന്നുള്ളൊരു ടേം. ട്രാൻസ്മിസിബിലിറ്റി അല്ലേ? സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേ? ട്രാൻസ്മിസിബിലിറ്റി. നമുക്കറിയാം വൈബ്രേഷൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ മെഷീൻസ് ഹാവിങ് അൺബാലൻസ്ഡ് മാസ്. നിങ്ങൾ പമ്പൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളെ വീട്ടിൽ പമ്പ് ഉണ്ടാവുമല്ലോ, പമ്പ്. ഈ പമ്പ് നമ്മളൊരു ഫൗണ്ടേഷൻ്റെ മുകളിലേക്കും വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ പമ്പ് ഇങ്ങനെ ഒരു ഒമേഗ സ്പീഡിൽ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാക്കും. ആ ഫോഴ്സ് വിൽ ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ടു ദിസ് ഫൗണ്ടേഷൻ ആൻഡ് സം വൈബ്രേഷൻസ്. ഇതിൽ വൈബ്രേഷൻസ് ഉണ്ടാവും. ആ പമ്പ് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാക്കും, വൈബ്രേഷൻസ് ഉണ്ടാക്കും അല്ലേ? So these vibrations are produced in machines having unbalanced masses. So these vibrations will be transmitted to the foundation upon which the machine is installed. അപ്പോൾ ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും അൺഡിസൈറബിൾ അല്ലേ? അൺഡിസൈറബിൾ വൈബ്രേഷൻസ് ആണ്. അൺഡിസൈറബിൾ വൈബ്രേഷൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷുഡ് ട്രൈ ടു ഡിമിനിഷ് ദി ട്രാൻസ്മിറ്റഡ് ഫോഴ്സസ് അല്ലേ? നമ്മൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, അതായത് വൈബ്രേഷൻ കാരണം ഈ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫോഴ്സസ് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ? സോ ദ മെഷീൻസ് ആർ യൂഷ്വലി മൗണ്ടഡ് ഓൺ സ്പ്രിങ്സ് ഓർ ഡാമ്പേഴ്സ്. അപ്പോൾ നമ്മൾ അതിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫോഴ്സസ് കുറക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ബി mounting these machines on some springs or dampers or on some other vibration isolating material. Vibration isolating material like springs or dampers. നമ്മൾ സപ്പോസ് നമുക്കൊരു മാസ് ഉണ്ട്. ഈ മാസാണ് വൈബ്രേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈബ്രേഷൻ ഐസൊലേറ്റ് ചെയ്യാൻ ഒരു സ്പ്രിങ്ങും ഒരു ഡാമ്പറും വെച്ചിട്ട് ഇടയിൽ, അതായത് നമ്മുടെ ഫൗണ്ടേഷൻ, ഇതാണ് ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷനിലേക്ക് നമ്മൾ അധികം ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാണ്ടിരിക്കാൻ ഒരു സ്പ്രിങ്ങും ഡാമ്പറും വെക്കുന്നു. ഓക്കെ? സ്പ്രിങ് ഓർ ഡാമ്പർ. സോ ഈ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്, ഈറ്റ എന്ന് പറയുന്നത് FT/F0 ആണ്. എന്താണ് FT? FT എന്ന് വെച്ചാൽ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദി ഫൗണ്ടേഷൻ
F0 എന്ന് പറയുന്നത് ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് നമുക്കറിയാമെങ്കിൽ നമുക്ക് ട്രാൻസ്മിറ്റഡ് ഫോഴ്സും അറിയാമെങ്കിൽ റേഷ്യോ ഓഫ് ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് ഫൗണ്ടേഷൻ ടു ഫോഴ്സ് അപ്ലൈഡ്, അതാണ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ FT എങ്ങനെയാണ്? FT എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇവിടെ ഈ ഫൗണ്ടേഷൻ ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒന്ന് ഈ സ്പ്രിങ് കാരണമുള്ളൊരു SX എന്നുള്ള ഫോഴ്സ്, പിന്നെ ഡാമ്പർ കാരണമുള്ള CX ഡോട്ട് എന്നുള്ള ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ഇത് രണ്ടുമാണ്. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ഇവ രണ്ടും ആണെങ്കിൽ FT ഈസ് ഈക്വൽ ടു എങ്ങനെ കാണാൻ പറ്റും? അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി SA എന്നുള്ള ഒരു കോമ്പണൻറ്റും C ഒമേഗ എന്നുള്ള വേറൊരു കോമ്പണൻറ്റും അല്ലേ, SAയും C ഒമേഗ, ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. SAയും C ഒമേഗയും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് റിസൾട്ടൻ്റ് ഫോഴ്സ് വേണം. FT എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ഓഫ് സ്പ്രിങ് ഫോഴ്സ്, കാരണം സ്പ്രിങ് ഫോഴ്സും ഡാമ്പറിലുള്ള ഫോഴ്സും ആയിരിക്കും ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക. കാരണം അതിൻ്റെ ഇടയിൽ വൈബ്രേഷൻ ഐസൊലേറ്റിംഗ് മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പ്രിങ്ങും ഡാമ്പറുമാണ്. ഡാമ്പറിലുള്ള ഫോഴ്സും സ്പ്രിങ് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് ആൻഡ് ഡാമ്പിങ് ഫോഴ്സ്. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു, രണ്ടും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ദേ ബോത്ത് ആർ പെർപെൻഡിക്കുലർ അല്ലേ, പെർപെൻഡിക്കുലർ. സോ നമ്മളതിൻ്റെ സ്ക്വയർ ചെയ്ത് റൂട്ട് എടുത്താൽ മതി. C ഒമേഗ A ഹോൾ സ്ക്വയർ പ്ലസ് SA ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ FT ഈസ് ഈക്വൽ ടു A റൂട്ട് S സ്ക്വയർ പ്ലസ് C ഒമേഗ ഹോൾ സ്ക്വയർ, റൈറ്റ്. പക്ഷെ നമ്മൾ A എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കണ്ടുവച്ചതാണ്. എന്താണ് എയുടെ വാല്യൂ? ഇതാണ് എയുടെ വാല്യൂ, റൈറ്റ്. എന്ന് വെച്ചാൽ F0 ബൈ അപ്ലൈഡ് ഫോഴ്സ്. എന്ന് പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ അത് നമുക്ക് F0 A is equal to F0 by root S minus M omega square whole square plus C omega whole square എന്ന് എഴുതി കൂടെ. ഇനി ഇത് A ഇൻറ്റു എന്നുണ്ട് S സ്ക്വയർ പ്ലസ് C ഒമേഗ ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലേ. ഇതിൽ ഞാൻ S കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ F0 ഞാൻ, ഇത് FT അല്ലേ, F0 ഞാൻ താഴെ കൊണ്ടുവന്നു. FT ബൈ F0 എന്നുള്ളത് 1 S ഞാൻ പുറത്തേക്ക് എടുത്തു. 1 മൈനസ് C ബൈ S ഒമേഗ ഹോൾ സ്ക്വയറായി ഡിവൈഡ് ബൈ റൂട്ട് എഗെയിൻ ഞാൻ S ഇവിടെയും പുറത്തെടുത്തു. 1 മൈനസ് M ഒമേഗ സ്ക്വയർ ബൈ S ആയി ഹോൾ സ്ക്വയർ ഉണ്ട് പ്ലസ് C ബൈ S ഒമേഗ ഹോൾ സ്ക്വയർ ഉണ്ട്. അതായത് ഇവിടെ നിന്നും S പുറത്തെടുത്തു, ഇവിടെ നിന്നും S പുറത്തെടുത്തു. F0 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, LHSലേക്ക് കൊണ്ടുവന്നു. എസും ക്യാൻസൽ ആയിപ്പോൾ ഈ C ബൈ S എന്ന് പറയുന്നത് എന്താണ്? C ബൈ S എന്ന് പറയുന്നത് 2 zeta ബൈ ഒമേഗ n. C ബൈ S ഈസ് ഈക്വൽ ടു 2 zeta ബൈ ഒമേഗ n. ഇങ്ങനൊരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ M ബൈ S എന്ന് പറയുന്നത് 1 ബൈ ഒമേഗ n സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ ആണ് FT ബൈ F0. ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 1 പ്ലസ് 2 zeta ഒമേഗ
ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് 1 മൈനസ് ഒമേഗ ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ ഇൻ ഹോൾ സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ. സോ ഇതാണ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ്. അപ്പോൾ അറ്റ് വെൻ ഒമേഗ ബൈ ഒമേഗ എൻ ഈസ് ഈക്വൽ ടു 1 എന്താണ് ആ കണ്ടീഷൻ നമ്മൾ റെസോണൻസ് എന്ന് പറയുന്നത്. റെസോണൻസ് കണ്ടീഷൻ. അപ്പോൾ അറ്റ് റെസോണൻസ് ഈറ്റ എന്തായിരിക്കും? ഈറ്റ ട്രാൻസ്മിസിബിലിറ്റി എന്തായിരിക്കും? റെസോണൻസ് എന്ന് വെച്ചാൽ ഇത് 1 ആയി പോയി, ഇത് 1 പോയി. 1 പ്ലസ് 2 സീറ്റ സ്ക്വയർ ഇത് കട്ടാവും. ഓക്കെ, അതെന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 1 പ്ലസ് 2 സീറ്റ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 സീറ്റ ഇങ്ങനെയാവും. സോ റെസോണൻസിലെ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അഗെയിൻ when no damper is used, that is zeta 0 ആണെങ്കിലോ, zeta 0 ആണെങ്കിൽ ഇത് 0 ആയി, ഇതും 0 ആയി. zeta 0 ആണെങ്കിൽ എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 1 മൈനസ് ഒമേഗ ബൈ ഒമേഗ എൻ ഇങ്ങനെ വരും. അപ്പോൾ ഇത് റൂട്ടും സ്ക്വയറും കട്ടാവില്ലേ? 1 ബൈ 1 മൈനസ് ഒമേഗ ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ റൂട്ട് പോകും. പക്ഷേ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. അതായത് ഈ മൊത്തത്തിൻ്റെ സ്ക്വയർ ഇറ്റ് ക്യാൻ ബി ഐദർ പ്ലസ് ഓർ മൈനസ് അല്ലേ? കാരണം റൂട്ടിൻ്റെ അകത്താണ് വരുന്നത്. സ്ക്വയർ അതായത് ഒരു സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഐദർ ഇറ്റ് ക്യാൻ ബി പ്ലസ് ഓർ മൈനസ്. മൈനസിൻ്റെ സ്ക്വയർ എടുത്താലും സെയിം വാല്യൂ കിട്ടും, പ്ലസിൻ്റെ സ്ക്വയർ എടുത്താലും സെയിം വാല്യൂ കിട്ടും. അപ്പോൾ അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് ഇടേണ്ടി വരും. സോ ഇതാണ് നമ്മളെ ഡാമ്പർ ഇല്ലെങ്കിൽ എപ്സിലോണിൻ്റെ അതായത് ട്രാൻസ്മിസിബിലിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക, അതായത് ട്രാൻസ്മിസിബിലിറ്റി വേഴ്സസ് ഒമേഗ ബൈ ഒമേഗ എൻ അറ്റ് ഡിഫറെൻറ്റ് സീറ്റ വാല്യൂ. സോ വെൻ ഒമേഗ ബൈ ഒമേഗ എൻ ഇസ് ലെസ് ദാൻ റൂട്ട് 2, റൂട്ട് 2ന് താഴെയാണ് ഒമേഗ ബൈ ഒമേഗൻ്റെ വാല്യൂ എങ്കിൽ സീറ്റ എന്ന് പറയുന്നത് 1ൽ കൂടുതലാണ് അല്ലേ? 1ലും കൂടുതലാണ്. ശ്രദ്ധിക്കേണ്ടത് ഇതാ, റൂട്ട് 2യുടെ വാല്യൂ ഒമേഗ ബൈ ഒമേഗ റൂട്ട് 2 ആകുമ്പോൾ സീറ്റയുടെ വാല്യൂ എബോവ് 1 ആണ്. സോ ദ ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് ഈസ് ഓൾവേസ് മോർ ദാൻ ദ എക്സൈറ്റിംഗ് ഫോഴ്സ്. സീറ്റ ഗ്രേറ്റർ ദാൻ 1 എന്ന് വെച്ചാൽ എഫ് ടി ഈസ് ഗ്രേറ്റർ ദാൻ F0, അതായത് അപ്ലൈഡ് ഫോഴ്സിനെക്കാട്ടിയും കൂടുതൽ ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് വരും. അതാണ് അതിൻ്റെ മീനിങ്. ഇനി നേരെ മറിച്ച് ഒമേഗ ബൈ ഒമേഗ എൻ ഗ്രേറ്റർ ദാൻ റൂട്ട് 2 ആണെങ്കിലോ എപ്സിലോൺ ഈസ് ലെസ് ദാൻ 1, ദാറ്റ് മീൻസ് എഫ് ടി ഈസ് ലെസ് ദാൻ F0. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദി എക്സൈറ്റിംഗ് ഫോഴ്സ്. അറ്റ് ഒമേഗ ബൈ ഒമേഗ എൻ, അതായത് ഇനി ഒമേഗ ബൈ ഒമേഗ എൻ എന്നുള്ളത് അറ്റ് റൂട്ട് 2 ഒമേഗ ബൈ ഒമേഗ എൻ അറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ആണെങ്കിൽ എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1, ദാറ്റ് മീൻസ് എഫ് ടി ഈസ് ഈക്വൽ ടു F0, അതായത് ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ എക്സൈറ്റിംഗ് ഫോഴ്സ്. ഓക്കെ. ഇനി ഒമേഗ ബൈ ഒമേഗ എന്നിൻ്റെ വാല്യൂ ലെസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ, ഗ്രേറ്റർ ദാൻ 1 അതായത് 1നെക്കാട്ടിയും കൂടുതലുള്ള വാല്യൂവിൽ ഒമേഗ ബൈ ഒമേഗ എൻ ഈസ് ഈക്വൽ ടു 1ൽ സീറ്റ 0 ആണെങ്കിൽ എന്തായിരിക്കും ട്രാൻസ്മിസിബിലിറ്റി? ഇൻഫിനിറ്റി വരും അല്ലേ? ഇൻഫിനിറ്റി.
നമുക്കിത് കുറക്കണമെങ്കിൽ ട്രാൻസ്മിസിബിലിറ്റി കുറക്കണമെങ്കിൽ യു ഷുഡ് യൂസ് ഡാമ്പേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതാ നമുക്കിത് ട്രാൻസ്മിസിബിലിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ഗ്രാഫ് സ്റ്റഡി ചെയ്യേണ്ടത്. ഓക്കെ, സോ ω/ωn വാല്യൂം സീറ്റയുടെ വാല്യൂം both these values are having a major role in determining the transmissibility of a force, or how this transmitter force varies. The value of we can compare the transmitter force with the exciting force if you know the values of ω/ωn and zeta. Okay, അപ്പോൾ ഇതാണ് വൈബ്രേഷൻ, ഐസൊലേഷൻ ആൻഡ് ട്രാൻസ്മിസിബിലിറ്റി. വൈബ്രേഷൻ, isolation and transmissibility, അതാണ് നമ്മളിന്ന് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കോടുകൂടി നമ്മൾ 5th മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യുന്നു. കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. പ്രോബ്ലംസ് ഞാൻ PDF ആയിട്ട് തരാം, അത് നിങ്ങൾ നോക്കുക. ഓക്കെ, താങ്ക് യു.